ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിക്ക് പണി പാളിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നവ്യയ്ക്ക് ഇപ്പോൾ തന്നെ അപകടം പറ്റും, എന്നിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെടും എന്നൊക്കെയാണ് അബിയും അബിയുടെ അമ്മയൊക്കെ വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മുടെ ദേവ്യാനിയും കൊണ്ടാണ് അവിടെ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഈ അനാമികയുടെ അമ്മയ്ക്കും മനസ്സിലായി ആ പാലെടുത്ത് കുടിച്ചത് ഏതായാലും ദേവയാനി തന്നെയാണെന്ന്. നമ്മുടെ പ്ലാനുകളെല്ലാം തകർന്നടിഞ്ഞല്ലോ മോളെ. നമ്മൾ എന്തൊക്കെയാണ് മനസ്സിൽ കരുതിയിരുന്നത്? ദൈവമേ, ഇനി അവർ ആ പാലെടുത്ത് കുടിച്ചു, ഇനി അവരുടെ ജീവൻ വല്ല അപകടത്തിലാവും. എന്ത് ജീവൻ അപകടത്തിലാകട്ടെ, ഒരു ജീവൻ അപകടത്തിലാവാൻ പോകുന്നില്ല അമ്മേ. 3-4 ദിവസമൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അച്ഛൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ദൈവം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നു ആലോചിച്ചിട്ട്. എന്നാലും ആ നവ്യക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് നമുക്കതൊന്നും പറ്റില്ലല്ലോ മോളെ. ഇവർക്ക് തന്നെ പണി പാളിയല്ലോ. അങ്ങനെ നമ്മുടെ അഭയാണെങ്കിൽ കട്ടിൽ കയറി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം നവ്യ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവ്യയുടെ കൈയൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്. കാരണം ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവളെ സ്നേഹിച്ചിട്ടെന്നാണ് അഭിയുടെ മനസ്സിലിരിപ്പ്. അപ്പം നമ്മുടെ നവ്യ ചോദിക്കണം, എന്താ അഭി, എന്ത് പറ്റി, നീ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? ഞാൻ ശബരിമലക്ക് മാലിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ആ സമയത്താണ് ഇങ്ങനെ കെട്ടിപ്പിടുത്തമൊക്കെ. അല്ല, ഇതിനു മുമ്പും നീ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അപ്പോഴൊന്നും തോന്നില്ല. ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ തോന്നില്ല. അപ്പം നമ്മുടെ നവ്യയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. ഇവന് പെട്ടെന്നാണല്ലോ മാറ്റം സംഭവിച്ചത്. അതെന്തായിരിക്കും? ഇനി ഇവൻ എന്നോട് കാണിച്ചത് മുഴുവൻ കപട സ്നേഹമാണോ? അങ്ങനെയാണെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ തിരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഏതായാലും അമ്മായിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇതേ സമയം തന്നെ ഹോസ്പിറ്റലാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ആദർശിനാണെങ്കിൽ ഭയങ്കരേറെ സങ്കടം. ആദർശ് ഈ ചില്ലിക്കൂടി നേരെ ഈ ദേവയാനിയെ നോക്കിയാണ്. അപ്പോൾ ദേവയാനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവയാനി ശ്വാസം ഇങ്ങനെ വലിച്ച് വിടുകയാണ്. നമ്മുടെ ആദർശിനെ സഹിക്കാൻ പറ്റില്ല. അമ്മയെന്ന് പറഞ്ഞാൽ ആദർശിന് ഭയങ്കരേറെ ജീവനാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശിന് ഒരിക്കലും തൻ്റെ അമ്മയെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ നയനയും വരികയാണ്. ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സാരമില്ലെന്നേ, ആൻറ്റിക്ക് ഒരാപത്ത് സംഭവിക്കാനായിട്ട് പോകുന്നില്ല, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. എന്നാലും പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? അമ്മയോട് പല പ്രാവശ്യം തളർച്ച തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും പോഷകാഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും പോലും പ്രതീക്ഷിച്ചില്ല നയന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഭയങ്കരേറെ സങ്കടപ്പെടുകയാണ്. പക്ഷെ അപ്പോഴും നയന ആശ്വാസപ്പെടുത്തുകയാണ്. ആദർശേട്ടാ, പേടിക്കാനൊന്നുമില്ല, എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ, ഡോക്ടറോട് നമുക്ക് ചോദിക്കാം എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് ചോദിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതേ സമയം തന്നെ വീട്ടിലേക്ക് ആ കറക്റ്റ് സമയമായപ്പോൾ വേണു വിളിക്കുകയാണ്. അപ്പോൾ വേണു വിളിച്ചിട്ട് ഈ അനാമികയുടെ അമ്മയോട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ എന്ന്. അവൾ ആ പാല് കുടിച്ചോ? അവളുടെ ഉള്ളിൽ ആ വിഷം ചെന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയുടെ അമ്മയാണെങ്കിൽ പാല് കുടിച്ചു അവളുടെ ഉള്ളിലേക്ക് വിഷവും ചെന്ന്. ആഹാ, അടിപൊളി. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. പാല് ഏതായാലും അവളുടെ ഉള്ളിൽ ചെന്നല്ലോ. ഇനി അനാമികയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിച്ച പോലെ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവൾ കരഞ്ഞ് കണ്ണീരൊഴുകിയിരിക്കുന്നത് ഇനി നമുക്ക് കാണാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയുടെ അമ്മയാണെങ്കിൽ അതെ, പാല് കുടിച്ചത് നവ്യല്ല, പിന്നെ ആരാ? നീ എന്തൊക്കെയാ പറയുന്നത്? പാല് കുടിച്ചതേ ആദർശിൻ്റെ അമ്മയാ. ദേവയാനി ചേച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവയാനി എന്തിനാ പാല് കുടിച്ചത്? അതൊന്നും ചോദിച്ചറിയില്ല. പക്ഷേ പാല് ഞങ്ങൾ വിഷം കലക്കി അത് അവൾ കുടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ മേശപ്പുറത്ത് വെച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഏതായാലും ആ പെണ്ണുമ്പിള്ളടുത്താണ് ആ പാല് കുടിച്ചത് എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ്. ഇതാകെ പണി പാളിപ്പോയല്ലോ. ഇനി അവർക്കെന്തെങ്കിലും സംഭവിക്കോ? അവർക്കെന്തെങ്കിലും സംഭവിക്കില്ലെന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും അവരാണത് കുടിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും വേണോട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ നിന്നാൽ മതി. ഇപ്പോഴേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വേണുവേട്ട അവരെ. കൊണ്ടുപോയാലും ഡോക്ടർമാർ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളിലെന്താ ചെന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കൊന്നും അറിയില്ല. നമ്മളേതായാലും അവരോടൊരു ശത്രുതയും കാണിക്കാറില്ലല്ലോ. പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നതും കാച്ചുന്നതും ഒക്കെ നയനയല്ലേ. അപ്പം എല്ലാ കുറ്റങ്ങളും നയനയുടെ തലയിൽ തന്നെ വെച്ചു കൊടുക്കണം. നമ്മൾ ഒരടി പിന്നോട്ട് വെക്കാനായിട്ട് പാടില്ല, മുന്നോട്ട് തന്നെ വെച്ച്
എല്ലാവരെയും കയ്യിലെടുക്കണം, നമ്മളുടെ മേൽ ഒരു സംശയം വരാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ അരിശ വന്ന് നിൽക്കുകയാണ്. എന്നാലും അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ആ നവ്യെ കിട്ടും നല്ല പണി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ മോളെ. ഇനിയും കിട്ടും അവസരം, എന്ത് അവസരം കിട്ടാനായിട്ട്. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം തകർന്ന് തരിപ്പണായി പോകുകയാണല്ലോ. ലാസ്റ്റ് നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനാകുകയാണ്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ ടെൻഷനാവാൻ നിൽക്കണ്ട. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വേണം ഒരേ ഫോൺ വയ്ക്കുകയാണ്. മോളെ ദൈവമേ, ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാത്തതിന് വല്ല പ്രശ്നം ഉണ്ടാകുമോ? ഓ, നമ്മൾ മാത്രം എന്തിനാ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്? ഇവിടെ നവിയും അതേപോലെ തന്നെ അബിയുടെ അമ്മയൊക്കെ ഇല്ലേ, അവരൊന്നും ചെന്നില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ ഹോസ്പിറ്റലിലേക്ക് മാത്രം ചെല്ലുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിളിച്ച് ചോദിക്കാം, അത്രേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഈ ദേവയാനിയെ ഡോക്ടർ ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്താ സംഭവിച്ചത്? അല്ല, ഇവരെന്താ കഴിച്ചത്? എന്താ ഡോക്ടറെ, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ? ഉള്ളിൽ നല്ല വിഷമോ ചെന്നിരിക്കുന്നത്. ഇത് കേട്ടതും ആദർശും നയനയും ആകെ ഞെട്ടിവരച്ചു പോവുകയാണ്. വിഷോ? എന്ത് വിഷം? കഠിനമായ വിഷം തന്നെയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വല്ല അറിയോ? എന്താണ് ഇവർ കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് വിഷം ചെല്ലാൻ മാത്രം എന്താണ്? അങ്ങനെ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ കഴിച്ചു തന്നെയാണല്ലോ അമ്മയും കഴിച്ചത്, പിന്നെ എന്താ പ്രശ്നം? അതൊന്നും അറിയില്ല, പക്ഷേ അവരുടെ ശരീരത്ത് നല്ല കഠിന വിഷം തന്നെ ചെന്ന് ശരീരത്ത് മൊത്തം ബാധിച്ചിട്ടുണ്ട്. നോക്കാം, ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ദേവയാനിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട ആദർശ് ആകെ കരച്ചിൽ. അപ്പോൾ ഈ ഡോക്ടർ വീണ്ടും ചോദിക്കണല്ല, എന്താണ് പ്രത്യേകിച്ച് കുടിച്ചത്, അവസാനമായിട്ട് എന്താണ് കഴിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവർക്ക് ഒരു ഇതും കിട്ടുന്നില്ല. അപ്പോഴേക്കും ആദർശിൻ്റെ അച്ഛൻ വന്നിട്ട്, ഡോക്ടർ ദേവയാനി പാല് കുടിച്ചായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാലോ? അതെ, പാല് കുടിച്ചായിരുന്നു. അപ്പം എന്താ, അവരങ്ങനെ പാല് കുടിക്കാറില്ല? ഇല്ല, കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പോഷകാഹാരമൊക്കെ കഴിക്കണം ദേവയാനി എന്നൊക്കെ പറയുകയായിരുന്നു. ആ സമയത്താണ് മേശപ്പുറത്ത് കുറച്ച് പാലിരിക്കുന്നത് കണ്ടത്. അത് അവൾ കുടിക്കുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയ്ക്കും ആകെ പേടി തോന്നിക്കണം. ദൈവമേ, പാലിലൂടെയാണോ ഇനി? പാലിലൂടെയാണ് ഈ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നതെങ്കിൽ നയനയ്ക്കും പണി കിട്ടുമെന്ന് ശരിക്കും നയനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെല്ലാം ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഭക്ഷണത്തിൽ നിന്നാണ് ഈ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്, അതേതായാലും കൺഫേം തന്നെയാണ്. അങ്ങനെ ദേവയാനിയെ കാണാൻ വേണ്ടി ഇവരെല്ലാവരും കയറി ചെല്ലുകയാണ്. അപ്പോൾ ദേവയാനി ആകെ അവശ നിലയിൽ അങ്ങനെ ഭയങ്കരേറെ ബുദ്ധിമുട്ടി കിടക്കുകയാണ്. ആദർശിനാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവമേ, അപ്പോൾ ഈ നയനയാണെങ്കിൽ അമ്മയ്ക്കൊരു ആപത്തും വരുത്തല്ലേ, ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളണേ എന്നൊക്കെയാണ് നമ്മുടെ നയനയുടെയും പ്രാർത്ഥന. ഇനി എന്തായിരിക്കും ചുറ്റിക്കറങ്ങി സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി എല്ലാ കുറ്റങ്ങളും നമ്മുടെ നയനയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുമോ? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.